ഗവൺമെന്റ് റെഡ് അലേർട്ടൊക്കെ കൊടുത്തിട്ട് രാവിലെ തൊട്ട് നല്ല വെയിലാണ്. മദ്രസ സ്കൂളും ഇല്ല. ഷാന എഴുന്നേക്കുന്ന സമയം 9:30 കഴിഞ്ഞു അല്ലേ ഷാന? എഴുന്നേറ്റ് പല്ലേക്ക്. മിന്നൂസ് ഇതവിടെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കസർത്തണുണ്ട് അല്ലേ? എന്ത് താത്താട് എഴുന്നേക്കാൻ പറഞ്ഞ എഴുന്നേക്കാൻ പറയ താത്താട്. അവള് വേണമെങ്കിൽ എഴുന്നേക്കട്ടല്ലേ? ലീവാണ് പറഞ്ഞിട്ടൊന്നും സ്പെഷ്യൽ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ദേശീയ ഭക്ഷണം ദോശയാണ് ഇന്ന് വേഗം. അപ്പം നേരം വൈകിട്ട് എഴുന്നേറ്റുകൊണ്ട് ഇനിയിപ്പോൾ ഇതേ നടക്കൂ. പിന്നെ നമ്മുടെ കിച്ചണ് റെഡ് അലേർട്ടും വൈറ്റ് അലേർട്ടും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കിച്ചൺ എപ്പോഴും ഓപ്പണായി. കിടന്നത് വേറെ ബെഡ്റൂമിലാണെങ്കിലും നേരാക്കൽ ഇപ്പുറത്തെ ബെഡ്റൂമാണല്ലേ. അപ്പം അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ആര് നേരാക്കും? അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ആര് നേരാക്കും? നേരാക്കിയോ? ഉമ്മച്ചീന്നോ? ഇവിടെ കിടക്കാത്ത അവളുടെ റൂം വന്നിട്ട് രാവിലെ നേരെ കൊട്ടി വിരിച്ച് റെഡിയാക്കുക. ആഹാ, ഇവിടെ ഉണ്ടല്ലോ കുറച്ച് ഐറ്റംസ് ഒക്കെ. ഇപ്പം ഇന്ന് ഒഴിവ് ദിവസമായിട്ട് എന്താ പരിപാടി? 27th മദ്രസയിലെ എക്സാം ആണ്. എപ്പോൾ പഠിക്കും? പഠിക്കണ്ടേ? ആന്നോ? ഇന്ന് പഠിക്കണം കേട്ടോ. അപ്പം ഷാനാന്റെ റൂമൊക്കെ ഷാന നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ? നീ ചായ കുടിക്കുക? എൻ്റെ റൂമോ? ഓക്കെ, നോക്കാം. മിന്നോ, എനിക്കിവിടെ എന്തൊക്കെ അലങ്കോലപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ആലോചിക്കുന്നത്. എന്താണ്? യെസ്, അതെ. ഇത് എങ്ങനെ നാശമാക്കാം അല്ലേ? ഞാൻ ആദ്യം ഇവിടുന്ന് തുടങ്ങാം. സ്റ്റഡി ടേബിളിൽ നിന്ന് തുടങ്ങാലോ മിന്നോ? തുറന്നോളൂ മിന്നൂസേ, തുറന്നോളൂ. ഇവിടെ വന്നോ നീ മര്യാദക്ക്? ഇവിടെ വാ. അവിടെ നീറ്റാക്കിയിട്ടുണ്ട്. നോക്കാം. ഓക്കെ, ഗുഡ് ഗേൾ. അപ്പം ഇതാ കിടന്നിരുന്ന റൂമും നല്ല നീറ്റായിട്ട് സാധനം വെച്ചിട്ടുണ്ട്. ഇതെന്താ അത്? അയ്യോ, അങ്ങോട്ട് തിരിഞ്ഞിട്ടാണല്ലോ കിടക്കണത്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചതായിരിക്കുന്നു. ഇത് നമ്മൾ ഷാനയ്ക്ക് ബർത്ത്ഡേ കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിനെ ബെഡൊക്കെ വിരിച്ച് ഉറക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഓക്കെ, നന്ദിയുണ്ട്. അപ്പൊ അതാ 2 പുതപ്പും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ മിന്നൂസ് താരമാണ്. ഇവിടെ നമുക്ക് എങ്ങനെ വൃത്തികേടാക്കാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ വിരിപ്പൊക്കെ വലിച്ചു വാരി ചിലപ്പോൾ താഴെ ഇട്ടെന്നൊക്കെ വരും കേട്ടോ. അല്ല മിന്നോ? അപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആളുകളൊക്കെ എന്ത് വിചാരിക്കും അല്ലേ? അതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ പിന്നാമ്പുറ കാഴ്ച നമുക്ക് പിന്നീട് കാണാം. അല്ല മിന്നോ? ഇപ്പൊ വലിക്കണ്ട അല്ലേ? അത് പറയുമ്പോഴേ മിന്നൂസിന് ചിരി വരുന്നുണ്ട് അല്ലേ? ടാറ്റാട്ടിക്ക അവ്വാട്ടിക്ക അവ്വ നോക്ക് മിന്നോ അവ്വ. കൈയടിച്ചു. നീയെങ്കിലും കൊടുത്തല്ലോ. വാ, ചായ പിടിക്കാൻ നോക്ക്. ബാ. അവ്വ. ഓക്കെ, മതി. മിന്നൂസേ, ഷാനക്ക് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. മദ്രസയിൽ ഫസ്റ്റ് എക്സാം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അപ്പൊ അതിന്റെ നെയ്യത്തൊക്കെ ഇതാ പഠിച്ചും കൊണ്ടിരിക്കണം. പിന്നെ ഇപ്പൊ കളക്ടർ അവധി കൊടുത്തത് എന്തായാലും ഒരു 12:50 ആയപ്പോഴേക്കിനും ഒരു മഴയും ഒരു മൂടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതുവരെ നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. അപ്പം അതാ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ മിന്നൂസിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി മിന്നൂസ് ഒങ്ങാന് പോവാണ്. പറയ് ടാറ്റ കൊടുത്താ. ടാറ്റ കൊടുക്കണില്ല. അവ്വ നീ മിന്നൂത്തിനെ ഉറങ്ങി എണീറ്റിട്ട് കാണാല്ലേ. മിന്നൂസ് നേരത്തെ എഴുന്നേറ്റാല് നേരത്തെ കിടത്തി ഉറക്കും. ഇന്നിപ്പോ നേരം വഴുകി എഴുന്നേറ്റതുകൊണ്ട് നേരം വഴുകി കിടത്തുന്നു. അപ്പൊ ഉച്ചക്ക് ഉറങ്ങിയ മിന്നൂസ് വൈകുന്നേരം എഴുന്നേക്കൂലേ?
രണ്ട് സെക്ഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നില് കച്ചറ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിയും കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അല്ലേ? എന്ത് കണ്ടിട്ടാ കഴിക്കണെന്ന് നോക്കിയാ ദാ ബിഗ് ബോസ് അല്ലേ? ഞാൻ കഴിക്കുന്ന സമയത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞ് മിന്നൂസിനെ ഉറക്കി കഴിഞ്ഞു. ഇപ്പോഴും ഷാനാന്റെ കഴിക്കൽ കഴിഞ്ഞിട്ടില്ല. ഭയങ്കര സ്ലോ ആണ്. അവാർഡ് പടം അല്ലേ? ഈ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട്. വലിയ വലിയ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ സിങ്ക് ഫില്ലായ പോലെ തോന്നുന്നു കേട്ടോ. കുറച്ച് പാത്രം തന്നെയുള്ളൂ. പിന്നെ അത് അവിടെ കഴുകി വെച്ച പാത്രമുണ്ട്. അതൊക്കെ വേഗം മടക്കി പെറുക്കി വെക്കണം. അത് കഴിഞ്ഞ് മഴ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മൂടൽ പോലെയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ രാവിലെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് തുടങ്ങിയത്. അപ്പോൾ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മിന്നൂസ് അപ്പം നമുക്ക് എത്ര കഴുകിയാലും തീരാത്ത, അല്ലെങ്കിൽ എടുത്താൽ തീരാത്തൊരു പണി നമ്മുടെ കിച്ചണിലെ ഒരു പാത്രം കഴുകലാവട്ടോ മെയിന്. പിന്നെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് കാര്യങ്ങൾ അത് നമ്മൾ അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നീടത്തേക്ക് വെച്ച് കഴിഞ്ഞാലാണ് നമുക്കത് ഒരുപാട് വലിയ ഒരു ഭാരമായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നീറ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് ഗസ്റ്റോ ഫ്രണ്ട്സോ ആരും തന്നെ ഉണ്ടായില്ല. നമ്മളൊന്ന് വൃത്തികേടായി കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വൃത്തിയായിട്ട് ഹൈജീനിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അതാത് ഭാഗം ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലോ വരുമ്പോഴോ ഈ ഒരു ഓടിക്കളിക്കുന്ന ഒരു മെത്തേഡ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ എന്താ പറയുക, ജീവിതത്തിൽ കുറേ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നട്ടം തിരിഞ്ഞ് അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച്, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് സന്തോഷിക്കാൻ ഒരുപാടുണ്ടാകും കേട്ടോ. ഈ ഒരു കുശുമ്പ് അല്ലെങ്കിൽ അസൂയൊക്കെ വെച്ച് നടക്കുന്ന ആളുകളാണ് കേട്ടോ. നമ്മൾ ഈ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ലിക്വിഡ് ക്ലീൻ ചെയ്യണതിന്റെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ക്ലീൻ ചെയ്താലും 1-2 കീടാണുള്ളത് പോലെ തന്നെ നമ്മുടെ നാട്ടിലും ചുറ്റുപാടും റിലേഷനിലും ഫ്രണ്ട്സിലും എല്ലായിടത്തും ഇതുപോലെ കീടാണുണ്ടാവും കേട്ടോ. എല്ലാവരും അല്ല പറയുന്നത്. ഒരു 100-ൽ 99 ആൾക്കാരും നല്ലതാണെങ്കിൽ അതിൽ ഒരാള് ഇതുപോലെയുള്ള ആളുകളായിരിക്കും കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് അവർക്ക് അറിയുന്നില്ല. കാരണം നമ്മുടെ സന്തോഷങ്ങളൊന്നും സന്തോഷങ്ങളാണ് ഞാനൊരു വീഡിയോയിലൂടെ പുറത്ത് കാണിക്കാറ്. നമ്മുടെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ട്രാജഡി അല്ലെങ്കിൽ വേറെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാറില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, എല്ലാ തരത്തിലുള്ള ഫീലിങ്സും നമുക്ക് ഉണ്ടാകാം. അത് ഉണ്ടാകണം, അതാണ് ലൈഫ്. അല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ലൈഫ് കണ്ടിട്ടോ അസൂയപ്പെടാതെയും കുശുമ്പ് കാണിക്കാതെയും ഒക്കെ നന്നായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അതിനുള്ള ബർക്കത്തും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. നമ്മുടെ താഴെയുള്ള ആളുകളെ നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളെ മേലെയുള്ള ആളുകളിലേക്ക് നോക്കാതെ നമ്മുടെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ആളുകളെ നോക്കിയിട്ട് സന്തോഷം കണ്ട് തൃപ്തി അടങ്ങുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരുപാട് കാലമൊന്നും നമ്മൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ഉള്ള കാലം നന്നായി എല്ലാവരോടും നല്ല രീതിയിൽ ബന്ധം പുലർത്തി ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഈ സമയത്തിന് ശേഷം ഇപ്പോൾ 5:45 ഷാന കുളിക്കുന്ന സമയം നമ്മുടെ വ്യൂവേഴ്സ് അറിയണത് അല്ലേ? ഷാന രാവിലെ തൊട്ട് പറഞ്ഞു നടക്കണതാ. മാലെന്തേ പോയോ? ഇപ്പോഴാണ് ഷാന ഒന്ന് കുളിച്ചത്. അതിനിടയിൽ നമ്മുടെ മദ്രസയിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറ്റം പറയാൻ പറ്റില്ല അല്ലേ? നോക്കൂ എന്തേ ആകെ ഒരു നീയത്ത് മാത്രല്ലേ പഠിച്ചിട്ടുള്ളൂ. പറഞ്ഞൊന്ന് കേൾക്കട്ടെ. മുർസലീനാണോ മുശ്രിക്കീനാണോ? ഓക്കെ.
മുർസലീനല്ലേ? പറയൂ. ഇന്ന സലാത്തി വനുസ്കി വനസ്കിയ വമഹിയ. പറഞ്ഞാല് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അത് പെട്ടെന്ന് പറയണം. ഓക്കെ, എന്നാ സ്പീഡിൽ പറയൂ. അപ്പൊ മുശ്രിക്കീനാണോ നോക്കട്ടെ. നീ പറഞ്ഞോ. വജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീന. ഇന്ന സലാത്തി വനുസ്കിയ വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വമാ വഅനാ മിനൽ മുസ്ലിമീൻ. ചെറുതായിട്ടൊരു അവിടെ ഇവിടെ ഉണ്ട്. നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്തായിരുന്നു? നിയ്യത്തോ? ഫസ്റ്റ് അതല്ലേ പഠിച്ചത്, എന്നിട്ടല്ലേ വജ്ജഹത്തു. ഫസ്റ്റ് എന്തായിരുന്നു? ഉസല്ലി സുന്നത്ത ഉസല്ലി സുന്നത്ത റാ വെച്ചിട്ട് എന്തായിരുന്നു? റാ വെച്ചിട്ടോ? റകഅത്തി മുതവജ്ജിഹൻ ലില്ലാഹി. മുത്തവജ്ജിഹനൊക്കെ ഉണ്ടോ അതില്? ലില്ലാഹി തആല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. ആരാ അവിടെ? മിന്നൂസേ. അപ്പൊ മിന്നൂസിന് കുറച്ച് മിച്ചർ കൊടുത്തതാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചിട്ടുണ്ട്. കുറച്ച് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ടതാ ഇവിടെയൊക്കെ അതാ തൂത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒന്ന് കളിക്കാൻ ആകെ ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞാൽ അതിന്റെ താല്പര്യം കഴിഞ്ഞ് ഇനി അടുത്ത സാധനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കലാണ് നമ്മുടെ പരിപാടി അല്ലേ? ഇതിന് കളി കഴിഞ്ഞില്ല. പെറുക്കിയിട്, പെറുക്കിയിടതൊക്കെ. ഇല്ലേ? വേഗം പെറുക്കിയിട്. ആരതൊക്കെ ഇവിടെ ഇറക്കി? ഒക്കെ പെറുക്കിയിട്. പെറുക്കിയിട്. ഗുണ്ടായിസോ? താത്താനോട് എന്താ പറഞ്ഞത്? എഴുതി കഴിഞ്ഞിട്ട് പറയൂ. പിന്നെ LSSന്റെ നോട്ട് മലയാളത്തില് 5 ഭാഷ എന്തോ എഴുതാനോ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും. ബൈ ബൈ.